തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണെന്നും ആ വിവരങ്ങൾ സ്വന്തം MLA തന്നെ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നതെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയി മിഷൻ 2025 എന്ന പേരിൽ KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി മൂന്നിയൂർ മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് മൂന്നിയൂർ ആലഞ്ചുവട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഭരണമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും EDയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും വിട്ട് വേട്ടയാടി അറസ്റ്റ് ചെയ്യുമ്പോഴും ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും പിണറായി വിജയനെതിരെ ഒരു അന്വേഷണവും ഇല്ലാതെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുകയാണ്. 17 സംസ്ഥാനങ്ങളിൽ 22-ൽ പരം കേസെടുത്ത് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിയെ പേടിച്ച് പഞ്ചപുച്ഛമടക്കി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ജയിലിൽ പോകുന്ന പേടിയാണ്. അഴിമതി കേസിൽ പ്രതിയാണ്. മറ്റു മുഖ്യമന്ത്രിമാരെ മുഴുവൻ ED ഉപയോഗിച്ചു, CBI ഉപയോഗിച്ചു വേട്ടയാടുകയാണ്. നിഷ്കളങ്കനായ രാഹുൽ ഗാന്ധിക്കെതിരെ പോലും 17 സംസ്ഥാനങ്ങളിൽ 22 കേസ് കൊടുത്തു RSS. പിണറായി വിജയനെതിരെ ഒരു കേസ് പോലും ഇല്ല, ഒരു അന്വേഷണവും ഇല്ല. കാരണം പിണറായി വിജയൻ ഈ പറയുന്ന RSSന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അത് പ്രത്യക്ഷത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപമാണ്. അൻവർ അതിന് അടിവരയിടുക. ആ ആക്ഷേപം യാഥാർത്ഥ്യമാണ് എന്ന് വന്നിരിക്കുക. ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമായി വരികയാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ളവരായി നമ്മൾ മാറണം. അതിനുവേണ്ടി നിങ്ങളെ ആ ഉത്തരവാദിത്തത്തിലേക്ക് ഉണർത്താനും ഉയർത്താനും വേണ്ടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായി ഈ ക്യാമ്പ് സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വാർഡ് കമ്മിറ്റി രൂപീകരണം ഒക്ടോബർ 1 മുതൽ 10. മണ്ഡലം പ്രസിഡന്റ് K മൊയ്തീൻകുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രെയിനർ KP ദേവദാസ് ക്ലാസ് എടുത്തു. KPCC മെമ്പർ റിയാസ് മുക്കോളി, വീക്ഷണം മുഹമ്മദ്, ഗഫൂർ പള്ളിക്കൽ, AV അക്ബർ അലി മാസ്റ്റർ, PK ഖൈറുന്നീസ, ജാസ്മിൻ മുനീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മഹിളാ സേവാദൾ സംസ്ഥാന സെക്രട്ടറിയായി നിയമിതയായ രമ്യ രമേഷിനെ സദസ്സിൽ വെച്ച് VS ജോയ് ഷാളണിയിച്ച് ആദരിച്ചു. KP മുഹമ്മദ് സ്വാഗതവും വാക്കത്തൊടിക മുസ്തഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.